പ്രദീപ് സാറിൻ്റെ ആ മോട്ടിവേഷൻ അത് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂർ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി, അതായത് ഒരു ദിവസം എങ്ങനെ ആയാലും ഞങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചിരിക്കും. ഞാനും കൂട്ടുകാരും കൂടി മത്സരിച്ചാണ് എൻട്രിയുടെ എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ 1ാം റാങ്ക് നേടിയെടുത്ത ഒരു ഉദ്യോഗാർത്ഥി പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനി പഠിക്കാൻ പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെയാണ്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻട്രി ആപ്പിനെ സംബന്ധിച്ചും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഈ കഴിഞ്ഞ കേരള പോലീസ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ KAP-1 ബറ്റാലിയൻ 1ാം റാങ്ക് വാങ്ങിച്ച സംഗീതാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ സംഗീതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സംഗീത്, 1ാം റാങ്ക് കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. അപ്പം 1ാം റാങ്ക് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നുന്നു. എനിക്കും എൻ്റെ വീട്ടുകാർക്കും നാട്ടറിയും ഗ്രാമത്തിൽ നിന്ന് ആദ്യത്തെ ഒരു 1ാം റാങ്ക് എന്ന് തന്നെ പറയാം. ഞാൻ എൻട്രി ആപ്പിലൂടെയും അത് നമുക്ക് എൻ്റെ കൂട്ടുകാരോടെയും പഠിച്ച് നേടിയെടുത്ത് തന്നെയാണ്. അത് സന്തോഷത്തോടെ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. തീർച്ചയായിട്ടും അഭിമാനിക്കാനുള്ളൊരു വകയുള്ള കാര്യമാണ് നിങ്ങൾക്കും ഞങ്ങൾ അധ്യാപകർക്കും എൻട്രി ആപ്പിനും എല്ലാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ PSC പഠനത്തിലേക്കുള്ള ഒരു കടന്നുവരവ്? കടന്നുവരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2017 ആദ്യമായിട്ട് ഞാൻ PSC പഠിക്കുന്നത്. അന്നൊരു 3 മാസം പഠിച്ചിട്ട് ഞാൻ അന്ന് LGS എക്സാമിലോട്ട് ഞാൻ നിർത്തിയതായിരുന്നു PSC പഠനം. പിന്നെ ഞാൻ PUBG കളിച്ച്, ലോക്ക്ഡൗൺ കാലത്ത് PUBG കളിച്ച്, അങ്ങനെ ഒരു ജീവിതം ഒരുമാതിരി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക്, കഴിഞ്ഞ CPയിലുള്ളവർക്ക് ഞാൻ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു സുഹൃത്ത്, ആദർശം എന്ന് പറഞ്ഞ സുഹൃത്താണ് എൻ്റെ അടുത്ത് പറയുന്നത്, നിനക്കും PSC പഠിച്ചൂടെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്നെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുകയാണ് സത്യത്തിൽ ചെയ്തേക്കുന്നത്. അദ്ദേഹമാണ് എന്നെ പിന്നെ ഈ PSCയിലായിട്ടും പിന്നെ തുടർന്ന് എൻട്രി ആപ്പിലോട്ടൊക്കെ എന്നെ കൊണ്ടുവന്ന് ഇട്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിനാണ് ഈ ക്രെഡിറ്റ് ഫുള്ള് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇപ്പോൾ 1ാം റാങ്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അപ്പോൾ ഈ CPO പോലുള്ളൊരു പരീക്ഷയ്ക്ക് 1ാം റാങ്ക് നേടിയെടുക്കാൻ ഉള്ളൊരു സ്റ്റഡി പ്ലാൻ അതെങ്ങനെയായിരുന്നു? സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ആദർശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ എൻട്രി ആപ്പിലൂടെ തന്നെ പഠിച്ച് നല്ല കഴിഞ്ഞ CPO റാങ്ക് ലിസ്റ്റ് 15ാം റാങ്കും, അതുപോലെ തന്നെ എക്സൈസിൽ ഇടുക്കി ജില്ലയിൽ 4ാം റാങ്കും, അതുപോലെ തന്നെ SIയുടെ റാങ്ക് ലിസ്റ്റ് നല്ല റാങ്കൊക്കെ പഠിച്ചത് അദ്ദേഹമാണ്. സത്യത്തിൽ സ്റ്റഡി പ്ലാൻ എന്നെ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്നതും, അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം തന്നെയാണ് എൻ്റെ അടുത്ത് എൻട്രി എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എൻട്രി എടുത്ത് അതിൽ തന്നെ നമുക്ക് നമ്മളായിട്ട് പ്ലാൻ ചെയ്യണം. അതിൽ തന്നെ പ്ലാനിങ് എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം നിങ്ങൾക്ക് തീർക്കാനായിട്ട് ഓരോ ക്ലാസ്സുകൾ 4 ക്ലാസ് 5 ക്ലാസ് വെച്ച് അവർ തന്നെ തരുന്നുണ്ട് എൻട്രി ആപ്പിൽ. അപ്പോൾ നമുക്കത് പഠിച്ചു തീർത്താൽ മാത്രം മതി. അത് റിവിഷനായി കൂടി അതിൽ തന്നെ തരുന്നുണ്ട് നമുക്ക് എല്ലാമായിട്ട്. ഓക്കെ, ഈ എൻട്രി ആപ്പിലേക്കുള്ള കടന്നുവരവ്, അതിനുശേഷം എൻട്രി ആപ്പ് അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ ക്ലാസ്സുകൾ എപ്രകാരം പ്രയോജനപ്പെട്ടു? എൻട്രി ആപ്പുകൾ സത്യത്തിൽ എനിക്ക് ഇംഗ്ലീഷ് ഒരു വക അറിയാൻ പറ്റില്ല. ABCD അല്ലാണ്ട് ഇംഗ്ലീഷിൽ ഒരു വക അറിയാം. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഇംഗ്ലീഷ് ഒരു വക അറിയില്ല. പക്ഷേ ഞാനതിൽ ആദ്യമായിട്ട് എൻട്രി എടുക്കുമ്പോൾ നമുക്ക് 7 days ഫ്രീ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ് ഞാൻ 7 ദിവസത്തേക്ക് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് നമുക്കറിയാം ടെക്നിക്ക് പരമായിട്ട്, അതായത് ഇങ്ങനെ ഗ്രാമർ ഉൾപ്പെടെ മൊത്തം പഠിക്കുക എന്നുള്ള അല്ലാണ്ട് ടെക്നിക്ക് പരമായിട്ടാണ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അപ്പോൾ അത് 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. ഒരു എക്സാമിനും 2-3 മാർക്ക് ആ 7 ദിവസത്തിന് തന്നെ എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എൻട്രി ആപ്പ് എടുത്ത് അതിലെ ക്ലാസ്സുകൾ, ഇപ്പോൾ രഞ്ജിത്ത് സാറിൻ്റെ യൂട്യൂബിലെ ക്ലാസ്സുകളാണെങ്കിലും എൻട്രിയിലെ ക്ലാസ്സുകളും മൊത്തം തീർത്ത് അതാണ് എന്നെ കൂടുതലായിട്ട് എൻട്രിയിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ആ ഇംഗ്ലീഷും പിന്നെ അതുപോലെ തന്നെ മലയാളം, അതുപോലെ തന്നെ പ്രദീപ് സാറിൻ്റെ ആ മോട്ടിവേഷൻ അത് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ IRB എക്സാമിന് 1 മാസം മുമ്പ് തന്നെയായിരുന്നു IRB എക്സാം. ആ എക്സാം ഞാൻ എഴുതുമ്പോൾ എനിക്ക് 30-35 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അന്ന് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 50 മാർക്കോളമാണ്. അപ്പോൾ ആ കട്ട് ഓഫ് കടക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം ഞാൻ അതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പഠിക്കുക എന്ന് മാത്രമല്ല, നമ്മളെ എക്സാമിൽ എങ്ങനെ എഴുതുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെനിക്ക് സാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദീപ് സാറിൻ്റെ ഇപ്പോൾ CPയുടെ എക്സാം നടക്കുന്ന അന്ന് ഞാൻ ആകപ്പാട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന് അവിടെ ചെന്നിട്ട് പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷൻ കേൾക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു വക അതിന് പഠിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. മോട്ടിവേഷൻ കേട്ട് ഞാൻ എക്സാം ഹാളിൽ പോയി ഇരുന്ന് എക്സാം ചെയ്തു. ഒരു ടെൻഷനും എനിക്ക് അന്ന് ഉണ്ടായില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. ഇനി പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷൻ്റെ ഒരു എഫക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആ ഒരു എഫക്റ്റിൻ്റെ പുറത്ത് ഇപ്പോൾ ഞാൻ
ഇവിടെ ഇരിക്കുന്നു 1ാം റാങ്കോട് കൂടി. ഓക്കെ, നിലവിൽ വേറെ ഏതൊക്കെ ലിസ്റ്റിലുണ്ട്? നിലവിൽ ഞാൻ അങ്ങനെ ലിസ്റ്റുകളൊന്നും പറഞ്ഞു, ഞാനും എൻ്റെ കൂട്ടുകാരും ഈ CPU റാങ്ക് ലിസ്റ്റിന് CPOക്ക് വേണ്ടിയാണ് പഠിച്ചത് തന്നെ. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതായിരുന്നു ലക്ഷ്യം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. അപ്പോൾ അത് മേടിക്കുക തന്നെ ചെയ്തു. ഞാനും എൻ്റെ കൂട്ടുകാരും ഞങ്ങൾ കൂട്ടത്തോടെ നിന്ന് പഠിച്ച എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റ് അവിടെ നേടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്യൂച്ചർ പ്ലാൻസ്. ഇപ്പം നമുക്കൊരു ലിസ്റ്റിൽ വന്നു, അത് 1ാം റാങ്കോട് കൂടി വന്നു, ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു. അപ്പോൾ ഇനി പ്ലാനുകളുണ്ട്? PSCയിൽ തന്നെ തുടർന്നൊരു ഉയർന്ന ജോലി വാങ്ങിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നമുക്കൊരു CPO എന്ന് പറഞ്ഞാൽ അത് അധ്യാപക ആഗ്രഹം തന്നെയായിരുന്നു. CPOയിൽ അതാണ് യൂണിഫോം പോസ്റ്റ്. ഒന്നാമത്തെ കാര്യം ഞാൻ സ്പോർട്സ്മാനായ കൂടി കൊണ്ട് തന്നെ പോലീസിനോട് പ്രത്യേക ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും LD വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ക്യാമ്പിന് പോകുന്നതിന് മുമ്പാണ് LD എക്സാം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ എഴുതി അതും മേടിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. പിന്നെ ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ CPA പോലുള്ള പരീക്ഷകൾ ബാക്കിയുള്ള പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടുതലായിട്ട് പഠിച്ചത് കൊണ്ടാവാം 1ാം റാങ്കിൽ എത്താൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പഠനം എങ്ങനെയായിരുന്നു? എൻട്രി എങ്ങനെയാണ് അതിനെ കൂടുതലായിട്ട് സഹായിച്ചത്? ഞങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഞങ്ങൾ കൂട്ടുകാരും കൂടി കമ്പൈൻ സ്റ്റഡിയാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഒരു 3-4 മണിക്കൂർ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി, അതായത് ഒരു ദിവസം എങ്ങനെ ആയാലും ഞങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ ലിസ്റ്റിലുണ്ടായിരുന്നവരും ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അവർക്കും അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അത് അതിനു വേണ്ടി പഠിക്കുക, എങ്ങനെ പഠിക്കുക എന്നുള്ള അവർക്ക് അറിയാമായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സത്യത്തിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നത് CPയുടെ കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു തരും ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ എൻട്രിയുടെ ക്ലാസ്സുകൾ ഞാൻ കാണുമായിരുന്നു. അതായത് ഇവർ പഠിപ്പിച്ച് തരുമ്പോൾ ഞാൻ അത് റിവിഷനായിട്ട് രാവിലെ എണീറ്റ് എൻട്രിയുടെ റിവിഷൻ ക്ലാസ് പോകുന്ന പോലെ ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ഇത് ക്ലാസ് കാണുകയും പിന്നെ അതിൻ്റെ PDF ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതും വായിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമുകൾക്ക് വരുന്ന രീതിയിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എക്സാമിന് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ടൈം മാനേജ്മെൻറ്റ്, അതായത് ഇപ്പോൾ 1ാം റാങ്ക് ഒക്കെ കിട്ടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു, എത്ര മണിക്കൂറാണ് ഒരു ദിവസത്തിന് വേണ്ടി മാറ്റി വെച്ചത്? ടൈം മാനേജ്മെൻറ്റ് അത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അതൊന്ന് പറയാമോ? ഞങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ 5 മണിയാകുമ്പോൾ എണീക്കും. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്ന കമ്പൈൻ സ്റ്റഡി ആണെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി കൂടുതൽ ഒരു 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യും. 4 മണി വരെ അല്ല, 8 മണി വരെ ഇരിക്കും. അവൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് സുഹൃത്തിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തേക്കുന്ന ടൈം. അപ്പോൾ അവിടെ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ എല്ലാവരും ഇഷ്ടപ്രകാരം ഇങ്ങനെ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുമായിരുന്നു. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തെന്ന് വെച്ചിട്ട് വെളുപ്പിന് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഈ എൻട്രി നമ്മൾ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അതിൽ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ കാണും. അതായത് റിവിഷനായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉറക്കമായിരിക്കും. അപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയിട്ട് അങ്ങ് കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു റിവിഷനായിട്ട് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് എൻട്രി ഇടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനും കൂട്ടുകാരും കൂടി മത്സരിച്ചാണ് എൻട്രിയുടെ എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾ അവിടെ തന്നെ ഇപ്പോൾ മാർക്ക് കുറയുമ്പോൾ ഞങ്ങൾ കളിയാക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയേറിയൊരു മത്സരം തന്നെയായിരുന്നു ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ ഉണ്ടായത്. അതുപോലെ തന്നെ എൻട്രിയിലുള്ള ആൾക്കാർ തന്നെയുണ്ട്, എൻട്രിയിൽ എടുത്തേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ എൻട്രി എക്സാം എഴുതുമ്പോൾ 15 മാർക്കാണ് എനിക്ക് കിട്ടുന്നത് എൻട്രിയിൽ. ആ 15 മാർക്കാകുമ്പോൾ 800-900 റാങ്കിലായിരുന്നു ഞാൻ അന്ന് കിടന്നു വെച്ചത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര മോശക്കാരന ഒരു സ്റ്റുഡൻ്റ് ആണോ എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ നിന്ന് പക്ഷേ തരണം ചെയ്ത് പഠിച്ച് 3ാം റാങ്ക് വരെ ഞാൻ എൻട്രിയിൽ എക്സാമിൽ അവസാന കാലഘട്ടത്തിൽ 3ാം റാങ്ക് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലായി എനിക്ക് കൊള്ളാം, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എന്നുള്ള രീതി. അപ്പോൾ തന്നെ നമുക്ക് എക്സാംസ് കൂടുതൽ ഇതിന് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്, കൂടുതലായിട്ട് നമുക്ക് വിവരിച്ചിട്ടുണ്ട്. ഡെയിലി എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ഡെയിലി എക്സാംസ് എഴുതിയാണ് ഇത്രയും എത്തിയിരിക്കുന്നത്. ദിവസത്തിൽ നല്ലൊരു സമയം ഇതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്നു, അത് സുഹൃത്തുക്കളോടൊപ്പവും അതുപോലെ എൻട്രി ആപ്പിനോടൊപ്പവും. അപ്പോൾ തീർച്ചയായിട്ടും CPO പരീക്ഷ ഉടനെ വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എൻട്രിയിലൂടെ തന്നെ ഈ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നുണ്ട്. അവരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1ാം റാങ്ക് നേടിയെടുത്ത ഒരു ഉദ്യോഗാർത്ഥി പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് ഇനി പഠിക്കുന്നവർ. അപ്പോൾ അവരോട്, നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് എന്താണ്, ഇനി പഠിക്കാൻ പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള പൗലോ കൊയ്ലോയുടെ ഒരു കോട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള പൗലോ കൊയ്ലോയുടെ കോട്ടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞാൻ പ്രാവർത്തികമാക്കിയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നം ചോദിച്ചാൽ നിങ്ങളുടെ കൂടെയും ഇത് എല്ലാവരും, ഇപ്പോൾ എൻട്രി ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ഏതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഹാർഡ് വർക്ക് ഇട്ടാൽ മാത്രമേ നമുക്കത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക,
നല്ല വിജയം കൈവരിച്ച് ഇതേപോലെ എല്ലാവരുടെ മുന്നിൽ ഹീറോ ആയിട്ട് വളരുക. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ 1ാം റാങ്ക് വാങ്ങിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് പ്രചോദനമാണ്, നമുക്ക് അഭിമാനമാണ്. എൻട്രിയിലെ എല്ലാ അധ്യാപകർക്കും അഭിമാനമാണ്. അതുമാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു വലിയ പ്രചോദനമാണ്. നമ്മളിങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഉദ്ദേശിക്കുന്നതും അവർക്കൊരു പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിജയം, താങ്കളുടെ സംഗീതിൻ്റെ ഈ വിജയം എല്ലാവർക്കും ഒരു വലിയ പ്രചോദനമായിരിക്കും. നമ്മളൊരു ചൊല്ലുണ്ട്, 1000 കരഘോഷങ്ങൾക്ക് നൽകാൻ കഴിയാത്തതൊരു ഷെയ്ക്ക് ഹാൻഡിന് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പം തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻട്രിയിലെ എല്ലാ അധ്യാപകരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ കടന്നു. നമുക്ക് ഉടനെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റ് വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം. മുന്നോട്ട് പോകുക. എനിക്കൊരു ഉപദേശം പറയാനുള്ളത്, ഇതുകൊണ്ട് നിർത്താൻ പാടില്ല. ഇത് നമ്മുടെ അവസാനമാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഇനിയും നമുക്ക് നേടാൻ, വളരെ ചെറിയ പ്രായമാണ്, ഒരുപാട് നേടാനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പഠനം തുടരുക. ഇപ്പം നിൽക്കാനൊരിടം കിട്ടി, അവിടെ നിന്നുകൊണ്ട് നമ്മൾ ശ്രമിക്കുക, മാക്സിമം ഉയരത്തിലെത്തിച്ചേരുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്.